ഈ ആഴ്ച അകമ്പാടത്ത് നിന്നും സുരേഷാണ് നമുക്ക് എഴുതിയിരിക്കുന്നത്. എൻ്റെ പേര് സുരേഷ്. ഞാനൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു ബിസിനസ്സിന് കൂടിയുള്ളതായിരിക്കുന്ന തയ്യാറെടുപ്പിലാണ് ഞാൻ. ആ സംരംഭം വിജയിക്കുമോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത് എന്നുള്ളതാണ് സുരേഷ് എഴുതിയിരിക്കുന്നത്. പുതിയതായിരിക്കുന്ന ബിസിനസ്സിനെ കുറിച്ചുള്ളതായിരിക്കുന്ന ആകാംക്ഷയാണ് സുരേഷിൻ്റെ കത്തിൽ വ്യക്തമാകുന്നത്. അദ്ദേഹത്തിൻ്റെ നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രം കുംഭം രാശിയിൽ ജനിച്ചിരിക്കുന്നതായ സുരേഷിന് 36 വയസ്സായി ഇപ്പോൾ പ്രധാനമായിട്ടും. സുരേഷിൻ്റെ ജാതകപ്രകാരം വലിയ ദോഷമൊന്നും ഇല്ലാത്തതായിരിക്കുന്ന സമയമാണ് പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത്. അഷ്ടമശനി എന്നുള്ളതായിരിക്കുന്ന ഗ്രഹപ്പിഴകളെല്ലാം പരിപൂർണമായും വിട്ടകന്ന് ഏറെ അനുയോജ്യമായി ഗുണപ്രദമായി നല്ല രീതിയിൽ അഭിവൃദ്ധി ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ജാതകപ്രകാരം സൂചിപ്പിക്കുന്നത്. ഇനിയുള്ള കാലഘട്ടം ഏറ്റവും മെച്ചപ്രദമായിരിക്കുന്ന സമയമായിട്ടാണ് ജാതകത്തിൽ സൂചിപ്പിക്കുന്നത്. 44 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ബുധൻ്റെ ദശാകാലമായിട്ടാണ് സുരേഷിൻ്റെ ജാതകപ്രകാരം പറഞ്ഞിരിക്കുന്നത്. ഈ ബുധദശാകാലം അത്രയും ഗുണം ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ജാതകവശാൽ ബിസിനസ് തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന സമയമാണെങ്കിൽ കൂടിയും ഒരു സമീപത്തുള്ളതായിരിക്കുന്ന ഒരു ദൈവജ്ഞനെ കണ്ട് ഒന്ന് പ്രശ്നം വെച്ചുകൂടി നോക്കുന്നത് കുറച്ചുകൂടി ഗുണപ്രദമായിരിക്കും. കാരണം ജാതകപ്രകാരം തടസ്സങ്ങൾക്കൊന്നും സാധ്യതയില്ല, എന്നാൽ കൂടി പ്രശ്നപരമായി ചിന്തിക്കുന്ന സമയത്തിൽ നമ്മളുടെ കുടുംബപരമായോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ളതായിരിക്കുന്ന വല്ല ദോഷങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതുകൂടി പൂർണ്ണമായി നമുക്ക് വ്യക്തമാക്കുവാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ളതായിരിക്കുന്ന ദോഷവശങ്ങളുണ്ടെങ്കിൽ ജാതകത്തിലുള്ള ഈ ദോഷത്തിനെ അനുഭവയോഗത്തിന് തടസ്സപ്പെടുത്താനുള്ളതായിരിക്കുന്ന സാധ്യത പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രശ്നം വെച്ച് നോക്കിയതിന് ശേഷം അങ്ങനെയുള്ള വല്ല ദോഷാദികൾ ഉണ്ടെങ്കിൽ അതിന് തക്കവണ്ണമുള്ളതായിരിക്കുന്ന പ്രായശ്ചിത്തങ്ങളും പരിഹാരങ്ങളും നടത്തിയതിന് ശേഷം പിന്നീട് ബിസിനസ് ആരംഭിക്കുന്നതായിരിക്കും കുറച്ച് കൂടുതലായിരിക്കുന്ന ഉചിതം. ജാതകപ്രകാരം പ്രത്യേകിച്ച് ദോഷവശങ്ങളൊന്നും തന്നെ കാണുന്നില്ല. പ്രശ്നവശാലും ദോഷങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ ധൈര്യമായി താങ്കൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്.